ടി.ജി. രവി അദ്ദേഹം ഒരു അതുല്യ നടനാണ്, എക്സ്റ്റാബ്ലിഷ്ഡാണ്. ഒരു നടൻ്റെ മകനാണ് എന്നത് ഒരു ബാധ്യതയായി തോന്നിയിട്ടുണ്ടോ? ബാധ്യതയാണ്. ഞാനിത് പറയുമ്പോൾ ടി.ജി. രവിയുടെ മകൻ ടി.ജി. രവി എനിക്കൊരു ബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു തമ്പ് വന്നേക്കാം. പക്ഷെ കുഴപ്പമില്ല, നമ്മളതിന് ഇപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ക്ലിക്കിനുള്ള സാധ്യതയുള്ള ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. എന്താണ് അതിൻ്റെ ഗുണങ്ങളുണ്ട്, അതിൻ്റെ ദോഷങ്ങളുണ്ട്. ഗുണങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരു ചവിട്ടുപടിയാണ്. നേരത്തെ സിനിമയിലേക്ക് കയറാൻ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്നൊരു സമയത്ത് ടി.ജി. രവിയുടെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് എന്തായാലും ഓഡീഷനെങ്കിലും ചെയ്യിക്കും, ഒന്ന് ചെയ്തു നോക്ക് എന്തെങ്കിലും പറയും. അതായത് മറ്റൊരു അവസരം വാങ്ങിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് അങ്ങ് തള്ളിവിടില്ല. തീർച്ചയായിട്ടും അതൊരു എനിക്ക് തോന്നുന്നത് നമുക്കൊരു എൻട്രി സ്പേസ് ആണ്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ പണിയാണ്. പിന്നെ നമ്മളത് വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ അച്ഛനും മോശപ്പേരാ, മനസ്സിലായില്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാധ്യതയുള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മറ്റൊരാൾ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്ന പോലെ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇൻ ദ ബിഗിനിങ്, തുടക്ക കാലഘട്ടത്തിലെങ്കിലും എനിക്കത് മനസ്സിനകത്ത് എവിടെയോ ഒരു വെയിറ്റ് ആയിരുന്നു, ഒരു ബാഗേജ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും നെപ്പോട്ടിസം എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഗുണകരമായിട്ട് കുറച്ച് സമയം ഉണ്ടായെങ്കിലും എൻ്റെ മനസ്സിൻ്റെ പുറകിൽ ഞാൻ കാരണം എൻ്റെ അച്ഛനൊരു മോശപ്പേരുണ്ടാവരുത്, എൻ്റെ പെർഫോമൻസിനെ പറ്റിയുള്ള ചർച്ച വരുമ്പോൾ ടി.ജി. രവി അങ്ങനെയായിരുന്നു, അച്ഛൻ അത്രത്തോളം മകൻ അത്രത്തോളം വരില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും എത്തിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ശ്രമം നടക്കുന്നുണ്ട്, നമ്മളിപ്പോഴും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ കാര്യത്തിൽ ഉദാഹരണത്തിലാണ് ഞാൻ തുറന്നു പറയാറുണ്ട്. കാരണം എൻ്റെ ചേട്ടൻ എം.ജി. രാധാകൃഷ്ണൻ, പക്ഷെ അദ്ദേഹം ക്ലാസിക്കൽ മ്യൂസീഷ്യനായിരുന്നു. ഞാൻ ക്ലാസിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിട്ടാണ് ഞാൻ എങ്ങനെങ്കിലും ഇവിടെ എത്തിപ്പെട്ടത്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ ഇനി 100 ജന്മം ജനിക്കണം. അല്ല, അതാണ് അതിൻ്റെ ഡിഫറൻസ്. ബട്ട് ഞാൻ ലൈറ്റ് മ്യൂസിക്കിൽ പോയിട്ട് ഞാൻ വേറെ രീതിയിലാണ്. അപ്പൊ എന്താണ് ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ അടുത്ത് കായ്പോള എന്ന് പറഞ്ഞ പടം ഞാനൊരു എക്സാമ്പിൾ പറയാം. കായ്പോള എന്ന പടത്തിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ട് ഒന്ന് ബോളറെ നോക്കുന്നൊരു ഷോട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷൈജു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ് അതിൻ്റെ സംവിധായകൻ. മേപ്പടി എന്ന സിനിമയിലൊക്കെ അസോസിയേറ്റ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഞാനത് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ബാറ്റ് എടുത്ത് ബൗളറെ ഇങ്ങനെ നോട്ടെടുത്തപ്പോൾ ഷൈജു കട്ടെന്ന് പറഞ്ഞു. എന്തു പറ്റി ചോദിച്ചു. അതിലേ അച്ഛൻ കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ കയറി വരുമല്ലോ. ഞാൻ പറഞ്ഞു ബയോളജിക്കലായിട്ട് കയറി, ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ അത് ബയോളജിക്കലായിട്ട് എൻ്റെ ആക്ഷൻസും എൻ്റെ സംസാരവും ഒക്കെ പലതും അച്ഛൻ്റെ പോലെയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളത് മാറ്റിപ്പിടിക്കാൻ, ഇപ്പോൾ പ്രത്യേകിച്ച് ടി.ജി. രവിയുടെ മകനാണ്, തൃശ്ശൂർക്കാരനാണെന്നൊക്കെ അറിയുമ്പോൾ പലപ്പോഴും തൃശ്ശൂർ ഭാഷ കയറി വരുമ്പോൾ സംവിധായകർ പറയാറുണ്ട്, ആ ചേട്ടാ തൃശ്ശൂർ വരുന്നുണ്ട് മാറ്റി പിടിച്ചേക്ക് എന്ന്. അപ്പോൾ ഇത് ആൾക്കാർക്ക് അറിയുന്ന പ്രശ്നം. ഇപ്പോൾ ഇത് ഞാൻ സാധാരണ ഒരു നടനാണെങ്കിൽ, കൂട്ടത്തിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഈ കമ്പാരിസൺ വരുന്നില്ല. ഇപ്പൊ കമ്പാരിസൺ വരുന്നുണ്ട്. ആ കമ്പാരിസൺ നമുക്ക് പലപ്പോഴും ദോഷമാണ്. കാരണം എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനി ചോദിക്കാൻ പോണ ചോദ്യം ലേശം ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. ശരി. പല ഓൺലൈൻ ചാനലിലും അതുപോലെ തന്നെ പലയിടത്തും ഞാൻ കേൾക്കാനിടയായ ഒരു വാർത്ത, ശ്രീജു അച്ഛനെ തഴഞ്ഞിട്ട്, അച്ഛനെ ഒരു മൂലയ്ക്ക് കൊണ്ട് തള്ളിയിട്ട് നിങ്ങൾ വേറെ കുടുംബമായിട്ട് ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുകയാണ്, അദ്ദേഹത്തിന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. ഇത് തെറ്റല്ലേ? അതിനുള്ള ഉത്തരം ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനും ഫാമിലിയും ഒക്കെ ഉണ്ട്. അവിടെ വെച്ചൊരു ലേഡി എന്നെ പരിചയപ്പെട്ടു. എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തൃശ്ശൂർ തന്നെയാണ് എന്ന് പറഞ്ഞു. ആദ്യം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം, അച്ഛൻ വേറെയാണല്ലേ താമസിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം പ്രകടമായിട്ട് ഞാൻ കുറേ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛൻ ബോട്സ്വാനയിലായിരുന്നു. അല്ല, ഇങ്ങനെയൊക്കെ കേട്ടു നേരത്തെ. പക്ഷെ എങ്കിലും എൻ്റെ ഒരു ബലമായിട്ടുള്ളൊരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ കേട്ടുകേൾവിയാണല്ലോ എല്ലാവർക്കും ഉള്ളത്, പക്ഷെ കണ്ടാരും ഇത് എനിക്ക് തോന്നുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ്. അപ്പം ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടിക്കുന്ന ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു രസം ആരൊക്കെയോ കാണുന്നുണ്ട്. ഇൻറ്റൻഷനാണോ എന്താ എനിക്കറിയില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു സന്തോഷം, ഒരു ഉൾക്കുലര് ഇവർക്ക് ആർക്കോ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പല സ്ഥലത്തും അച്ഛനും അമ്മയും വേറെയും മക്കൾ വേറെ ആയിട്ട് താമസിക്കും. ചോദിക്കുന്ന ആൾക്കാരുടെ അച്ഛനമ്മ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ
തൃശ്ശൂർ ടൗണിലുള്ള ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛൻ വെച്ച തറവാട്ടിൽ ഞാനും എൻ്റെ വൈഫും പിള്ളേരാണ് താമസിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഭാഗം ചോദ്യത്തിൻ്റെ, ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ, ഞങ്ങൾ തഴഞ്ഞിട്ടാണോ അങ്ങേര് പോയത് എന്നുള്ളതിന് ചോദ്യം. ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട്, ഞാനും എൻ്റെ മക്കളും എല്ലാ ദിവസവും വൈകിട്ട് അച്ഛൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഫുട്ബോൾ കളിയും കണ്ട്, അവിടുന്ന് പിള്ളേർ ടി വിയിൽ അവിടെ ഒരു പ്രൊജക്ടർ സ്ക്രീനൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നിട്ട് സിനിമയും കണ്ട്, അവിടുന്ന് തന്നെ ഭക്ഷണവും കഴിച്ച്, അവിടുന്ന് കൂട്ടാനൊക്കെ പൊതിഞ്ഞ് എൻ്റെ വീട്ടിലേക്കും കൊണ്ടുവന്ന്. അവിടെ പ്രിപ്പറേഷൻ അച്ഛൻ തന്നെ. അച്ഛൻ നല്ല കുക്കാണ്. അച്ഛൻ അമ്മയ്ക്ക് സുഖമില്ലാതായ സമയം തൊട്ട് അച്ഛൻ നന്നായി കുക്ക് ചെയ്യാൻ അതിൻ്റെ ഒരു സാഹചര്യം കൊണ്ട് പഠിച്ചതാണ്. ഇപ്പം മുമ്പ് നിങ്ങൾക്ക് അടുക്കളയിലൊന്നും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ ചെറുപ്പത്തിലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും. പിന്നെ കൃഷി ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോട്സ്വാനയും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇടയിൽ ചെറിയ ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് വന്നത്. അതിന് മുമ്പ് വരാൻ സാധിക്കാത്ത പ്രശ്നമുണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചപ്പോൾ മൂർക്കനിക്കര എൻ്റെ വീടുള്ള സ്ഥലത്ത് അച്ഛൻ അറിയാത്തൊരു കുഞ്ഞു പോലും ഇല്ല. അപ്പോൾ അച്ഛൻ ഇവിടെ കയറിയാൽ വിസിറ്റേഴ്സിൻ്റെ പൂരമായിരിക്കും. അച്ഛനാണെങ്കിൽ ഒരാളുടെ അടുത്തും നോ എന്ന് പറയില്ല. ഒരാളുടെ അടുത്തും വരരുത്, സംസാരിക്കരുത്, കൊറോണയാണ്, പ്രശ്നമാണ്. അച്ഛൻ 77 വയസ്സ്, ഇപ്പോൾ 78 വയസ്സ്. അപ്പോൾ ആ സമയത്ത് ഈ ഇൻട്രാക്ഷൻ ലിമിറ്റ് ചെയ്യണമെന്ന് എനിക്ക് മകൻ എന്നുള്ള രീതിയിൽ തോന്നി. ചേട്ടനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ടൗണിൽ നിന്നോട്ടെ, ടൗണിൽ അച്ഛൻ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ അച്ഛനോടും ചോദിച്ചു. അപ്പോൾ അച്ഛനും പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ടൗണിൽ നിൽക്കാം. അച്ഛനും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നാട്ടിലൊരാൾ, ഞാൻ എൻ്റെ വീട് റോഡ് സൈഡിലാണ്, അച്ഛൻ ഒന്നൊരു പത്രം എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ രവിച്ചേട്ടാ എന്ന് പറഞ്ഞ ഒരാൾ വരുമ്പോൾ അയ്യോ 2 മീറ്റർ അകലെ നിൽക്കണം, മാസ്ക് ഇടണം എന്നൊന്നും അച്ഛൻ പറയില്ല. അച്ഛൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് അച്ഛൻ ഒരാളുടെ അടുത്ത് നോ എന്ന് പറയാത്ത ആളാണ്. അച്ഛൻ ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയാലും ഒരാൾ സെൽഫി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ പറ്റില്ല, ഈ സാഹചര്യം ഇങ്ങനെ ഡേഞ്ചറസ് ആണെന്നൊന്നും ആരുടെ അടുത്തും പറയാത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ എന്താണ് നമുക്ക് അത്യാവശ്യമായിട്ട് അദ്ദേഹത്തെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ അവിടെ ടൗണിൽ നിന്നു പറഞ്ഞു. അപ്പോൾ അച്ഛനും അത് സൗകര്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ വീട് കുറേ നാളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു വീടാണ്. അവിടെ ഒരു ആളനക്കം വേണമെന്ന് ചേട്ടൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ റിപ്പയർ മാത്രമായി പണി. അപ്പോൾ അവിടെ സ്ഥിരമായിട്ടൊരാൾ താമസിക്കുന്നു, അച്ഛൻ്റെ സഹായത്തിന് വേണ്ടി ഒരാളുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് വീട് വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരാളുണ്ട്. പുറത്ത് പറമ്പുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ സ്ഥലമൊന്നുമില്ല. അച്ഛന് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ബോട്സ്വാനയിൽ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പച്ചക്കറി കൃഷിയൊക്കെ ടെറസിലും പുറത്ത് പറമ്പൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആയിട്ട് തുടങ്ങി. ഞങ്ങൾ പോകുമ്പോൾ അച്ഛൻ വെച്ചുണ്ടാക്കിയ പച്ചക്കറി മുഴുവൻ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും. ഞങ്ങൾ കറി വെച്ചിട്ട് കുറച്ച് അങ്ങോട്ട് കൊടുക്കും. ഒരു ബാർട്ടർ സമ്പ്രദായം. അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ടും ആയിട്ട് പല ദിവസങ്ങളിലും കുട്ടികൾ അവിടെ താമസിക്കുന്നു. എനിക്കും വൈഫിനും ഷൂട്ടുള്ള സമയത്ത് കുട്ടികളെ അച്ഛൻ്റെ വീട്ടിലാക്കുന്നു. വൈഫിൻ്റെ പേരെന്താണ്? സജിത. അപ്പോൾ അവരിപ്പോൾ കുറച്ച് പരസ്യങ്ങളിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെറിയ ഒരു ഈ ലോക്ക്ഡൗൺ സമയത്ത് ചെറിയൊരു വെബ് സീരീസ്, എനിക്ക് സംവിധാനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെബ് സീരീസ് ഷൂട്ട് ചെയ്തു. അത് ഒരു 4 എപ്പിസോഡ് പോയി. ഈ എപ്പിസോഡ്സ് കണ്ടിട്ട് പിന്നെ ഒരു എന്താണ് പൊന്മുട്ടയുടെ താറാവ് എന്ന് പറഞ്ഞ സിനിമയിലെ ആ സീക്വൻസുകൾ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട്, ഞങ്ങളുടെ ഒരു സുഹൃത്ത് വഴി ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പോൾ സ്നേഹലതയായിട്ട് എൻ്റെ ഭാര്യയും തട്ടാം ഭാസ്കരനായിട്ട് ഞാനൊക്കെ അഭിനയിച്ചു. സത്യേട്ടൻ വിളിച്ച് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു, പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ പെർഫോമൻസിനെ പറ്റി. ഫോട്ടോസാണ്, പക്ഷെ അതിൽ തന്നെ ഒരു ആക്ട്രസ് എവിടെയോ കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പല ഷൂട്ടുകൾക്ക് വേണ്ടി ഒരേ സമയത്ത് ഞങ്ങൾ 2 സ്ഥലത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ കുട്ടികളെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കും. അപ്പോൾ അച്ഛൻ നല്ല മുത്തച്ഛനായിട്ട് കുട്ടികളെ നോക്കിയേക്കും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സത്യത്തിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ നാട്ടുകാർക്ക് പക്ഷെ ഭയങ്കര എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എൻ്റെ ഈ ചോദ്യത്തിന് എന്താണ് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാനുള്ളത്? കാരണം അച്ഛനെ ഭയങ്കരമായിട്ട് ഒതുക്കി ഒരു മൂലയ്ക്ക് ഇട്ടിരിക്കുകയാണ്. മക്കളും എല്ലാവരുമായിട്ട് സുഭിക്ഷമായിട്ട് ഞാൻ നടക്കുന്നു, പാവം എന്നുള്ള. ആഫ്രിക്കയിൽ നിന്ന് ചേട്ടനും ചേട്ടത്തിയമ്മയും അച്ഛനെ ഇന്ത്യയിലേക്ക് നാട് കടത്തി. തറവാട്ട് വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഭാര്യയും മക്കളും അച്ഛനെ ടൗണിലേക്ക് നാട് കടത്തി. TG രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൻ്റെ ഇടയിൽ ഒരു പത്രത്തിലൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അച്ഛൻ ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ആ പത്രത്തിൽ അങ്ങനെ പ്രമുഖ പത്രമാണ്, അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് വന്നു. ടൈറ്റിൽ TG രവി ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ ടൈറ്റിലും വന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചെറിയ കഷ്ണങ്ങൾ പലതായിട്ട് വന്നപ്പോൾ ഇങ്ങനെയായി അർത്ഥം. അപ്പോൾ എന്താണ് ഇപ്പം ശ്രീജുവിന് പറയാനുള്ളത്, ഒരൊറ്റ വാക്കിൽ പറയാനുള്ളത്? ഞാനും അച്ഛനും തമ്മിൽ ഒരുപാട് സ്നേഹത്തിലാണ്. ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അച്ഛനും കുടുംബത്തോടെ വളരെ സ്നേഹത്തോടെ കഴിയുന്ന ആൾക്കാരാണ്. ഞങ്ങളെ ദയവ് ചെയ്ത് പറഞ്ഞു പിരിക്കരുത്. അപ്പോൾ എന്തായാലും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി നിങ്ങളുടെ കുടുംബം മുമ്പോട്ട് സർവശക്തം കൊണ്ടുപോട്ടെ.